അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. ശൈത്താൻ നമ്മുടെ ഈമാൻ നശിപ്പിക്കാൻ പല രൂപത്തിലുള്ള പ്രവർത്തനം നടത്തും. ആദ്യത്തത് കുഫ്രിലേക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, ആ പ്രവർത്തനം ജയിക്കാൻ വേണ്ടിയിട്ട് ഓൻ ശ്രമിക്കും. അതിന് പറ്റില്ലേ, നമ്മളെ കൊണ്ട് വലിയ വലിയ ദോഷങ്ങൾ വൻ പാവങ്ങളെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓന് പരിശ്രമിക്കും. അതിലും ഓന് ഉഷാറായില്ലെങ്കിൽ പിന്നെ അവൻ ചെയ്യുന്ന മൂന്നാമത്തെ മെത്തേഡാണ് നമ്മളെ കൊണ്ട് ചെറിയ ചെറിയ പാവങ്ങൾ, ചെറിയ ചെറിയ കുറ്റങ്ങളുണ്ട്, ചെറിയ ചെറിയ കുറ്റങ്ങൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഓന് പരിശ്രമിച്ചുകൊണ്ട് അതിൽ ചിലപ്പോ ഞങ്ങൾ പെട്ടുപോകും. ചെറിയ പാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യും, തെറ്റ് ചെയ്താലേ അല്ലാഹു തആല പൊറുത്തു തരും. പക്ഷെ അങ്ങനെ നിരന്തരമായി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന നിയന്ത്രണം ഇബ്ലീസ് ജയിക്കുന്ന അവിടെ ഒരു ഹലാലിനെ ഒരു ഹറാമിനെ നമ്മുടെ ഹലാലാക്കുക. നമ്മുടെ മനസ്സിനെ അവൻ തെറ്റ് ചെയ്യുമ്പോൾ സാറില്ല, ചെറിയ തെറ്റാണെങ്കിലും ഹറാമിന്റെ അല്ലാഹുവിന്റെ നിയമമല്ല, പരിശുദ്ധ ദീനിന്റെ നിയമം ഹറാമായത് ഹറാമിന്റെയാണ്. പക്ഷെ അത് നമ്മളതൊരു ഹോബിയായി ഒരു നിസാരമായി നാം അത് ചെയ്യുമ്പോൾ അതിലൂടെ വലിയൊരു ബെനിഫിറ്റ് ഇബ്ലീസ് എടുക്കുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് അവസാന കാലത്ത് നമ്മുടെ ഈമാൻ തന്നെ നഷ്ടപ്പെടാൻ ഞങ്ങൾക്ക് ഇത് കാരണമോ. എത്ര ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പറയാം, ആണി പഠിക്കും വലിയ തഹരീമിന്റെ കറാത്താണെന്നാണ് മഹാന്മാർ പറഞ്ഞത്. പക്ഷെ നമ്മള് അത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലെന്താണ് നോർമൽ, അതിനെ കുറിച്ചല്ല പറയാം. ആളുടെ താടി വെച്ചാൽ പറ്റാത്ത ആളുകളുണ്ട്. അവർക്ക് എന്താണോട് പറയും, താടി വെച്ചാല് അലർജി, കടിക്കുന്നത് പിടിക്കുന്നത് അങ്ങനെ പല ആളുകളുണ്ട്. അവർക്ക് എന്താണോട് കാരണം പറയാം. അല്ലാതെ നോർമലാക്കി എപ്പോഴും വെയിൽ എല്ലാ ദിവസവും ഓരോ വീടുകളിൽ വെച്ച് കാണാൻ മറ്റേ മിറർ നോക്കുന്നത്. അതിന് മുമ്പ് തന്നെ പഠിക്കുന്ന മിഷൻ ഡെയിലി വാഷ് ഡെയിലി ചെയ്യുന്ന ആളുകൾ, ഒരാളുകൾ തല കറുപ്പിക്കും, മുടി കറുപ്പിക്കുന്ന ആളുകൾ. നമ്മുടെ മനസ്സിൽ നോർമലല്ല, ചെയ്ത് ശീലമായി എന്ന് പറഞ്ഞാൽ അല്ല പാടില്ല എന്ന് പറഞ്ഞാൽ പാടുന്നതാക്കി. അതെന്തോ അതുകൊണ്ട് ആര് ജയിച്ചു? ഇബ്ലീസ് ജയിച്ചു. നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ അത് കാരണമാവുന്നു. വലിയ പാപങ്ങളെ നമ്മൾ ചെയ്യുന്നില്ല. അപ്പൊ അത് പറയുമ്പോൾ അങ്ങനെ പേടിയാണ്. പക്ഷേ ചെറുത് ചെയ്ത് കൂട്ടി വലിയാരും വലിയ കാലത്ത് ഇവിടെ ജീവിതം ചെയ്യുന്ന അത്ര ഒന്ന് രണ്ടൊന്നല്ല. ദീപത്തുകൾ, വിത്തനകൾ, ഫസാദുകൾ, ഇതൊക്കെ വലിയ പാപങ്ങൾ ചെയ്യാൻ പറ്റാത്ത ആളുകളെ കൊണ്ട് ഇബ്ലീസ് ജയിക്കുന്ന വലിയ പ്രവർത്തനമാണ്. അല്ലെ, വസ്വാസം ഉണ്ടാക്കുന്നു. പള്ളിയിൽ വന്നിട്ട് പള്ളിന്റെ അവധിയിൽ ഉദയെടുക്കുമ്പോൾ 3 പ്രാവശ്യത്തിനേക്കാൾ കൂടുതൽ പള്ളിന്റെ വെള്ളമാണെങ്കിൽ വെള്ളുകൾ ഹറാമാണ്. നമുക്ക് വിഷയമല്ല, പള്ളിന്റെ വെള്ളമാണ്. 3 പ്രാവശ്യമാണ് മുഖം കഴുകൽ, കൈ കഴുകൽ, കാല് കഴുകൽ, 3 പ്രാവശ്യം തുടർത്താണ്. മോഹനെ 4 നമുക്ക് വസ്വാസം ഉണ്ടാക്കുന്ന ഇബ്ലീസ് മതിയായിട്ടാണ് ഭയങ്കര ഈമാന്റെ ഊക്കല്ല, ഈമാന്റെ പോക്കാണ്. ഭയങ്കരമായ കഴിവ്. ഇപ്പുറത്ത് ഉദയെടുക്കുന്നവർക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഞങ്ങളുടെ ഭയങ്കര ബോധം അല്ലെ. സാധുവായ മനുഷ്യൻ ദൂരെ നിന്ന് നോക്കുന്ന അല്ലെ. അങ്ങനെയാണ് പല ആളുകളെ കൊണ്ട് ഇബ്ലീസ് ചെയ്യിക്കുന്ന ഏറ്റവും വലിയ പ്രവർത്തനമാണ്. എത്രയോ നല്ല ആളുകളുണ്ടാവും, നല്ല ആളുകൾ. ഇപ്പൊ നമ്മുടെ ഉദാഹരണം ഈ സദസ്, വലിയ സദസ്സാണ്, വലിയ കൂലിയുണ്ട്, ഇബ്ലീസ് വരും. ചിലപ്പോ ആളുകളെ ഇബ്ലീസാണ്. അതുകൊണ്ടല്ലേ കോട്ട് വാങ്ങിയിട്ടാൽ തുണിയാതെ അലഹംദുലില്ലാ പറഞ്ഞു അല്ലെ. തുണിയാതെ അലഹംദുലില്ലാ, കോട്ട് വാങ്ങിയിട്ടാൽ എന്താ പറയട്ടെ, ആയതുകൊണ്ടല്ലേ. അപ്പൊ പിന്നെ വർക്കിനെ കുറിച്ച് പറയണ്ടല്ലോ. നല്ല സദസ്സിൽ ആളുകളെ വർക്കിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ. ഇപ്പൊ ലോകത്തെ എടുത്തു നോക്കിയാൽ എത്രയോ ചെറിയ പാവങ്ങൾ ഓരോരുത്തരും ചെയ്യാൻ വിഷയമല്ല. ചെയ്യാതെ അള്ളാഹുവിനോട് തൗബ ചെയ്താൽ മാപ്പ് കിട്ടും. പക്ഷേ അതല്ല കാര്യം. അത് ചെയ്യുമ്പോ നിരന്തരമായി ഇത് പതിവാക്കി ചെയ്യുമ്പോ നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്ന ഒരു ചിന്ത ഉണ്ടാവും. എന്താ, ഇത് ഹറാമല്ല, ഹലാലാണ്. അതാണ് എന്താ പറഞ്ഞത്. നമ്മുടെ വീടുകളിലും നമ്മുടെ കല്യാണ സദസ്സുകളിലും നമ്മുടെ ആഘോഷ ദിവസങ്ങളിലും നാം ഇന്ന് നടത്തുന്ന എന്തെങ്കിലും കോപ്രാക്ടീസുകൾ, പാട്ടുകളോ മറ്റുള്ള കാര്യങ്ങളോ, ഇത് ഇന്ന് ഞങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ട് ഇത് പാടില്ലാത്തതാണ്. പക്ഷേ ഇനി വരുന്ന തലമുറകളിലുള്ള നമ്മുടെ മക്കൾ അത് ചിന്തിക്കും, എന്താ ഇത് ഹലാലാണ്. എല്ലാ സദസ്സിൽ പോയാലും, എവിടെ പോയാലും, എത്ര നല്ല സദസ്സിൽ പോയാലും നമ്മുടെ കേരളത്തിന്റെ നല്ല വലിയ ഒരു ഭാഗം, ആ ഭാഗത്തിലുള്ള ഉറൂസുകളിൽ പോലും ഇന്ന് ആനകളെ കൊണ്ടുവന്നിട്ട് അല്ലെ, അതുപോലെ ഗാനമേളങ്ങൾ നടത്തുന്ന ഒരവസ്ഥ. ഇവിടത്തെ കാലം ഇത് കണ്ടുപിടിച്ച നമ്മുടെ ഇനി വരുന്ന ഫ്യൂച്ചറിലുള്ള മക്കളുടെ അവസ്ഥ എന്തായിരിക്കും? ഇത് നിർബന്ധമാക്കും. ഉറൂസിന്റെ സദസ്സിലും കല്യാണ സദസ്സിലും മറ്റുള്ള സദസ്സുകളിലൊക്കെ ഈ പാടൻ നിർബന്ധമാണ്. അതുപോലെ ചോറ് കൊടുക്കുന്നവര് അതുപോലെ ഇന്നത്തെ കാലത്ത് രീതിയില്ലെങ്കിലും കല്യാണമില്ല, കല്യാണമില്ല. ആ ഒരു അവസ്ഥയിലേക്കും എന്താ നമുക്ക് വരുന്ന നഷ്ടം? എന്താ? നമ്മുടെ ഈമാനിനെ അത് ബാധിക്കുമെന്നത്, നമ്മുടെ ഈമാനിന് അത് ബാധിക്കുമെന്നതാണ്. അപ്പൊ അതാണ് മഹാന്മാർ പറഞ്ഞത്. ഈ രൂപത്തിലൊക്കെയും ഇബ്ലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കും. അവസാനത്തെ ഫൈറ്റ് എന്താണെന്ന് ഇതൊന്നും ആൾ പെട്ടില്ലെങ്കിൽ ഇബ്ലീസ് ചെയ്യുന്നത് സമുദായത്തിന്റെ ഇടയിൽ ഓന് കുറെ ശത്രുക്കൾ ഉണ്ടാക്കും.
ശത്രുക്കളുണ്ടായ എന്താ പ്രശ്നം? നല്ല മനുഷ്യരായിരിക്കും, ഹാമിദായിരിക്കും, ദാക്കിറായിരിക്കും, ഷാക്കിറായിരിക്കും, നല്ല ഇബാദത്തുകാരനായിരിക്കും. ശത്രുക്കൾ ഉണ്ടാക്കിയാലും ശത്രുക്കൾ പരിപാടി എന്താ? ഓനിപ്പോൾ കുറ്റം പറയും, ഓന് കുറവ് പറയും, ഓന്റെ ന്യൂനത പറയും. ഇങ്ങനെ പറയുമ്പോ ഈ ഇബാദത്ത് എടുക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ ഒരു ചിന്ത വരും, എന്ത് ഞാൻ ഇത്ര നിസ്കരിച്ച കാര്യമില്ല, ആൾ എന്തെല്ലാം പറയും. അതാണ് ഓന്റെ ലക്ഷ്യം. ഇത് പറഞ്ഞു കിട്ടാനാണ് ഇബ്ലീസിന്റെ ലക്ഷ്യം. അത് പറയുന്നതോടുകൂടി എല്ലാം പോയി, സീറോ ആയി. ഞാൻ ഇത്ര നിസ്കരിച്ചിട്ട് നോക്കിയിട്ട് ആളുകൾ ഇങ്ങനെ പറയുന്നത് എന്ത് ഗുണയിലല്ല എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നാൽ അതാണ് ഇബ്ലീസിന്റെ അവസാനത്ത്. എന്തിനും കിട്ടിയില്ലെങ്കിൽ പല ശത്രുക്കൾ സമുദായത്തിൽ പല ശത്രുക്കളുണ്ടാകും. ആ ശത്രുക്കൾ നമ്മുടെ പല കുറ്റങ്ങൾ കുറവുകൾ പറയുമ്പോൾ നമ്മുടെ ഇബാദത്ത് കൊണ്ട് ഒരു നേട്ടവും എനിക്കുണ്ടായില്ലല്ലോ എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ വരും. വന്നാൽ ഇബ്ലീസ് ചിരിക്കും. കാരണം എന്താ? ഒരു മെമ്പർ കിട്ടി, നമ്മുടെ ഒരു വാക്കുകൊണ്ട് നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്ന ഒരു ചിന്ത കൊണ്ട് നമ്മുടെ ജീവിതം മുഴുവനും ചെയ്ത അമലുകൾ നഷ്ടപ്പെട്ടു പോകും എന്നതാണ്. അതുകൊണ്ടാണ് അന്ന് പറഞ്ഞത് അന്ന് പഠിച്ച സൃഷ്ടികളിൽ ഏറ്റവും ശബ്ദമായ ഒന്ന് ശൈത്താനാണ്, ഇബ്ലീസാണ്. ഓനാണ് ഏറ്റവും വലിയ സാധനം. ഓന്റെ ശരീരത്തിന് എപ്പോഴും നിങ്ങൾ കാവലിനെ തേടണേ. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളോട് എന്ന് പറയാണ്, പറയൂ, സുബഹിന്റെ റബ്ബിനെ കൊണ്ട്, പ്രഭാതത്തിന്റെ റബ്ബിനെ കൊണ്ട് ഞാൻ കാവലിനെ തേടുകയാണ്. ആരിൽ നിന്ന്? അല്ലാഹു പടച്ച ഖൽഖിൽ ഏറ്റവും ശർറായ ശൈത്താനിന്റെ ഫിത്നയിൽ നിന്നിട്ട് ഞാൻ കാവലിനെ തേടുന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. അല്ലാഹു ആ ശൈത്താനിന്റെ, ഇബ്ലീസിന്റെ, അവന്റെ പട്ടാളങ്ങളുടെ, സൈന്യങ്ങളുടെ എല്ലാവിധ ശർറുകളിൽ നിന്ന് നമ്മുടെ ഈമാൻ നശിപ്പിക്കുന്ന കാര്യത്തിൽ നിന്നിട്ട് റബ്ബേ ഞങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുന്ന നമ്മുടെ കുടുംബങ്ങളുടെ, നാട്ടുകാർ, സ്നേഹിതന്മാർ, അയൽവാസികൾ, സഹായിച്ചവർ, ചെയ്ത എല്ലാവരെയും നീ സലാമത്താക്കണേ അല്ലാഹ്. നീ സലാമത്താക്കണേ അല്ലാഹ്. നമ്മുടെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. നമ്മുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. നാം നിസ്കരിക്കുന്നത്, നോമ്പ് നോക്കുന്നത്, രജബ് വരുമ്പോൾ സന്തോഷിക്കുന്നു, റമദാൻ വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. അതൊക്കെയും അല്ലാഹ് അവസാനം മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണമെന്ന നിയ്യത്തോടു കൂടിയാണെങ്കിൽ ആ അവസാന സമയം ഞങ്ങൾക്ക് സലാമത്തുള്ള, ഈമാനുള്ള ഒരു സമയമാക്കി തരണേ അല്ലാഹ്. ഒരുപാട് കഷ്ടപ്പാടുകളും വിവാദത്തുകളും അമലുകളും ചെയ്ത് അതൊക്കെയും അവസാന സമയത്ത് നീ വെറുതെയാക്കല്ലേ അല്ലാഹ്. നീ വെറുതെയാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ നീ സലാമത്താക്കണേ കുറച്ചോന്. ഒരുപാട് ആളുകൾ പലവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബേജാറുകളും ബുദ്ധിമുട്ടുകൾ പറഞ്ഞു ദ്വാരക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തവരുണ്ടല്ലോ. ഗൾഫിലുള്ള പ്രവാസികൾ കുറച്ചോന് ഇവിടുത്തെ വിസയുടെ അവധി കഴിയാനായി ഹയറായ രൂപത്തിൽ അതിന്റെ കാര്യങ്ങൾ പ്രാഹത്തിനാകണം, താമയുടെ കാര്യം പ്രാഹത്തിനാകണം, ജോലി സന്തോഷത്തിനാകണം എന്ന നീയത്തോടെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ എത്രയോ നമ്മുടെ കുടുംബങ്ങളും സ്നേഹിതന്മാരും നാട്ടുകാരും ഉണ്ട് കുറച്ചോന്. അവരുടെ എല്ലാ കാര്യങ്ങളും നീ പ്രാഹത്തിനാക്കണേ അല്ലാഹ്. ഓരോ പ്രവാസികളും അവരുടെ മനസ്സിൽ കരുതുന്ന എന്തൊക്കെ ഹലാലായ കാര്യങ്ങളുണ്ടോ അത് എളുപ്പത്തിലായി നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. അതിന്റെ പേരിൽ അവരെ നീ പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്. പെട്ടെന്നായി വളച്ചവന് അതിന്റെ എല്ലാ രേഖകളും അതിന്റെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. ജോലിയില്ലാതെ അനുഭവിക്കുന്ന പ്രവാസികൾക്ക് ഹൈറായ ജോലിയുടെ വഴി നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. നീ തുറക്കണേ വളച്ചവന്. പ്രവാസികളാണ് ഇവിടെ പള്ളിക്ക് വേണ്ടി ചോദിക്കുമ്പോ, പാവങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോ, രോഗികൾക്ക് വേണ്ടി ചോദിക്കുമ്പോ അല്ലാഹ് അവരോട് പട്ടിണി കിടക്കുന്നുണ്ടെങ്കിലും നാട്ടിലുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന ആ പ്രവാസികൾക്ക് അല്ലാഹ് അതിനേക്കാൾ വലിയ ഖൈറും ബറക്കത്തും സന്തോഷവും നീ നൽകണേ വളച്ചോനെ. അവരുടെ കൈകാലുകൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്. ശരീരങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്. എല്ലാവിധ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നിട്ട് പ്രവാസികൾക്ക് നീ കാവലാകണേ അല്ലാഹ്. നാട്ടുകാരായ ഞങ്ങൾ ചെയ്യുന്ന നമ്മുടെ നാട്ടിലുള്ള പലരും പലവിധ ജോലികൾ, കച്ചവടങ്ങൾ, അല്ലാഹ് കടലിൽ പോയി അധ്വാനിക്കുന്നവർ, പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ്. ഓരോരുത്തർക്കും അനുയോജ്യമായ രൂപത്തിലുള്ള ഹൈറാത്തുകളും ബറകാത്തുകളും നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. നീ തുറക്കണേ വളച്ചോനെ അല്ലാഹ്. കുടുംബങ്ങളിലും മറ്റുമുള്ള ഗർഭിണികളായ സഹോദരിമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, മക്കളുണ്ട്, ഭാര്യമാരും ഗർഭിണികളായവരുണ്ട്. അല്ലാഹുവിന്റെ സമയമാകുമ്പോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രൂപത്തിൽ അവരെ നീ സലാമത്താക്കണേ അല്ലാഹ്. നീ സലാമത്താക്കണേ അല്ലാഹ്. നല്ല സ്വാലിഹീങ്ങളായ ആരോഗ്യമുള്ള മക്കൾക്ക് ബുദ്ധിമുട്ടില്ലാതെ പ്രസവം നൽകാൻ ഓരോ ഗർഭിണികൾക്കും നീ അവസരം നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തതിന്റെ പേരിൽ ബേജാറായ ആളുകൾ ഹൈറായ മക്കളെ നീ നൽകണേ അല്ലാഹ്. എത്രയോ വിട്ടിച്ചു കൊടുക്കാൻ പ്രായമായി നിൽക്കുന്ന പെണ്ണു മക്കൾ നമ്മുടെ നാട്ടിൽ ഓരോ വീടുകളിലുമുണ്ട് അല്ലാഹുവേ വളച്ചോനെ. യാ അല്ലാഹ് അവർക്ക് ഹൈറായ ലായിഖായ ഇനകളെ നീ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന എത്രയോ യുവാക്കളുണ്ട് വളച്ചോനെ. അവർക്ക് സാലിഹത്തുകളായ പെണ്ണുമക്കളെയും നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളുടെ ഖബറും നീ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൽ നസീർ. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൽ നസീർ. ഹസ്ബുനല്ലാഹ് ونعم الوكيل نعم المولى ونعم
النصير. صلى الله على محمد صلى الله عليه وسلم.